ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഞാൻ ഇന്നൊരു ഫേഷ്യൽ ആയിട്ടുള്ളത്, അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന, പിന്നെ അത് മാത്രമല്ല നമുക്ക് വളരെ റിസൾട്ട് കിട്ടണം. പിന്നെ പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇപ്പോൾ പാർലറിലൊന്നും പോയി ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലിൻ്റെ ഒരു എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അപ്പം നമ്മൾ എല്ലാ ഫേഷ്യലിൻ്റെയും സ്റ്റെപ്പിലെ പോലെ തന്നെ ഞാൻ ഫസ്റ്റ് ചെയ്യണത് ക്ലെൻസിങ് ആണ് കേട്ടോ. അപ്പോൾ ക്ലെൻസിങ് നമ്മുടെ CTM പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലെൻസാണ് ചെയ്യുക. അപ്പം ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്, ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ക്ലെൻസ് ചെയ്യണം. നമുക്ക് ബാക്കി നമ്മുടെ ഫേസിൽ എന്തെങ്കിലും വല്ല ഡേർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആക്കാനാണ് നമ്മൾ ക്ലെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാൽ ഞാൻ ഫേസിൽ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു നനഞ്ഞ തുണി വെച്ച് ഞാനിങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോണത് സ്ക്രബിങ് ആണ് കേട്ടോ. അപ്പം ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ 1 ടീസ്പൂൺ അധികം ഇങ്ങനെ വലിയ തരികളില്ലാത്ത കുഞ്ഞ് തരികളുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, അതും 1 ടീസ്പൂൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ തേനും കൂടി, നല്ല തേൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ മാക്സിമം നല്ല തേൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങുന്ന തേനായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങണ തേനാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ സ്ക്രബായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് മുന്നേ നമ്മൾ ഫേസ് എപ്പോഴും ഒന്ന് വെറ്റായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ നാരങ്ങ നീര് എടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു നാരങ്ങ സ്ലൈസ് ചെയ്തത് നമ്മൾ ഇതുപോലെ അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഫേസിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സ്ക്രബ് നമ്മുടെ ഫേസിലുള്ള പിഗ്മെൻറ്റേഷൻ മാറ്റാനും നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആക്കാനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സ്ക്രബാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്ക്രബാണ്, ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ക്രബാണ്. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഫേസിൽ ഒരിക്കലും നല്ല ഹാർഷായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കരുത്. നല്ല മൈൽഡായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നല്ലപോലെ സ്ലോലി നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് നമ്മളിങ്ങനെ മുഖത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഉരയ്ക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് തന്നെയാണ് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുക. കാരണം സ്ക്രബ് അധികം ഓവറായി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ചുളിവുകളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിമ്പിൾസ് ഉള്ളവർ സ്ക്രബിങ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ വല്ല ഫംഗ്ഷനും ഇങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് മൈൽഡായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഒന്നും സ്ക്രബ് ചെയ്ത് കൊടുക്കരുത്. അതിപ്പോൾ ഡെയിലി നോർമലി സ്കിന്നായാലും ഡെയിലി സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ സ്ക്രബ് നമ്മൾ യൂസ് ചെയ്തത് എപ്പോഴും താഴെ നിന്നും മുകളിലേക്കാണ്. നമ്മളിപ്പോൾ എന്ത് മസാജോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ നോസിന് ചുറ്റും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളവർക്ക് നോസിന് ചുറ്റും നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്ക്രബാണിത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇത് തന്നെ നമുക്ക് ലിപ്പിലും യൂസ് ചെയ്യാം. കാരണം ലിപ്പിൽ വല്ല ഡാർക്ക്നെസ്സോ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് റിമൂവ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ സ്ക്രബ് തന്നെ നമുക്ക് കൈമേൽ കാലുമേലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല സ്ക്രബാണ്. പിന്നെ ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ എന്താണ് കൈമേൽ കാലുമേലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് നോർമലി നമ്മൾ പാക്കൊക്കെ യൂസ് ചെയ്യില്ലേ, അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഈ സ്ക്രബ് യൂസ് ചെയ്തിട്ട് പാക്ക് ഇട്ടാലും നമുക്ക് നല്ലൊരു റിസൾട്ടാട്ടോ കിട്ടുക. അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ കളഞ്ഞ് പാർലറിലൊക്കെ പോയി നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ളൊരു നല്ല ഒരു ഫേഷ്യലായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ അങ്ങനെ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യലൊക്കെ കുറവാണ്. വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലെ വല്ല ഫേഷ്യൽ അപ്ലൈ ചെയ്യുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ മെത്തേഡ് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് അധികം നമുക്ക് നമ്മളെ സ്കിന്നിന് എഫക്റ്റ് ചെയ്യില്ലല്ലോ. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രമല്ലേ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുള്ളൂ. കുറേ കെമിക്കൽ ക്രീംസ് അങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അധികം ഞാനങ്ങനെ
കെമിക്കലായിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യൽ കുറവാണ്. ഇങ്ങനത്തെ നാച്ചുറൽ മെത്തേഡാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസിലും നെക്കിലും മറക്കരുത്. നമ്മൾ ഫേസ് ചെയ്യുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നെക്കിലും ഈ നമ്മൾ എന്ത് പാക്കാണോ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണത് അതുപോലെ തന്നെ നമ്മൾ നെക്കിലും അപ്ലൈ ചെയ്യണം. അതിപ്പോൾ ഫൗണ്ടേഷൻ്റെ കാര്യമായാലും വല്ല ക്രീംസിൻ്റെ കാര്യമായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ എന്ത് പാക്ക് ഇടണോ അതൊക്കെ നമ്മുടെ നെക്കിലും ചെവിയുമെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ചെവിയും അപ്ലൈ ചെയ്യണില്ല, അല്ലാതെ ഞാൻ ചെവിയും അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോയിലായ കാരണം ഞാൻ ചെവിയിൽ അപ്ലൈ ചെയ്തിട്ടില്ല. അത് നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ പാടല്ലേ. അപ്പോൾ ഞാൻ ഫേസ് ജസ്റ്റ് ഇതുപോലൊരു 15 മിനിറ്റ് നമ്മൾ ഫേസിലിങ്ങനെ സ്ക്രബ് ചെയ്ത ശേഷം 10 15 അതിൽ കൂടുതലുണ്ട. അപ്പോൾ അത്രയും നേരം നമ്മൾ സ്ക്രബ് ചെയ്ത ശേഷം ഒരു തുണി വെച്ചിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അല്ലാതെ തുണി വയ്ക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് നമ്മൾ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വാഷ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാനിങ്ങനെ കാണിച്ചു എന്നുള്ളൂ. ഇപ്പം തന്നെ കണ്ടോ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേനൊക്കെ ചേർത്ത കാരണം നല്ല സ്മൂത്തായിട്ടുണ്ട്. കണ്ടോ നമ്മുടെ എൻ്റെ ലിപ്പിത്തെ പിഗ്മെൻറ്റേഷനൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യണത് ഒരു പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നമ്മൾ സ്ക്രബ് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പോൾ അതിന് വീണ്ടും ഇനി എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എവരി യൂത്തിൻ്റെ പീൽ ഓഫ് മാസ്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എവരി യൂത്തിൻ്റെ അല്ലാതെ ഒരുപാട് പീൽ ഓഫ് മാസ്ക് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇല്ലേ, അതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ അത് ചൂസ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് കുറച്ചും കൂടി എഫക്റ്റായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഈ എവരി യൂത്തിൻ്റെ പീൽ ഓഫ് മാസ്ക്. ബാക്കിയുള്ളതൊക്കെ എനിക്ക് അത്ര വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ഹിമാലയയുടെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗുഡ് വൈബ്സിൻ്റെ ഒരു ഗോൾഡൻ പാക്കില്ലേ ഇപ്പോൾ വൈറലായിക്കൊണ്ടത്, എനിക്ക് അതൊന്നും എനിക്ക് എഫക്റ്റ് ചെയ്തിട്ടില്ല. ചിലവരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചാവും. എൻ്റെ സ്കിന്നിന് അത് എന്തായാലും പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടം, ഞാൻ കുറേ ആളായിട്ട് യൂസ് ചെയ്യുന്നൊരു പീൽ ഓഫ് മാസ്ക് ആണ്. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ കോഫി പൗഡർ മിക്സ് ചെയ്തിട്ട്, കോഫി പൗഡർ മിക്സ് ചെയ്യണമെങ്കിൽ ചെയ്യണ്ട കേട്ടോ, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. കോഫി പൗഡർ അലർജി ഉള്ളവർ അത് യൂസ് ചെയ്യണ്ട, ജസ്റ്റ് ഈ പീൽ ഓഫ് മാസ്ക് മാത്രം ട്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കോഫി പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ പീൽ ഓഫ് മാസ്ക് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ചിലവർക്ക് അത് അലർജിയോ കാര്യങ്ങളോ ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് ചെയ്യണ സ്റ്റെപ്പ് ഫോളോ ചെയ്താലും മതി. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പീൽ ഓഫ് മാസ്ക് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പോൾ മുന്നേ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങളെന്തായാലും ട്രൈ ചെയ്തോ, കുഴപ്പമില്ല. അല്ലാത്തവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ശേഷം ഇത് നമ്മുടെ ഫേസിൽ ഡ്രൈ ആവുമല്ലോ. അപ്പോൾ ഈ ഡ്രൈ ആയ ശേഷമാണ് നമ്മളിത് പീൽ ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ചിലവർ ഞാൻ ചെയ്യുന്നുണ്ട് പീൽ ഓഫ് മാസ്ക് കഴുകി കളയണത്. അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. അപ്പോൾ പീൽ ഓഫ് മാസ്കിന് ഗുണം ശരിക്കും ഇല്ലാതാവില്ല ചെയ്യുക. അപ്പോൾ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ അത് പീൽ ചെയ്തിട്ട് തന്നെ കളയണം. അപ്പോൾ കുറേ നേരം ഡ്രൈ ആയ ശേഷമാണ് ഇതൊന്ന് പീൽ ചെയ്ത് കളയേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ പീൽ ചെയ്ത് കളയണം. അപ്പോൾ നമ്മുടെ ഫേസിലുണ്ടായിരുന്ന ബാക്കി ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ്, ഫേസ് നല്ല ബ്രൈറ്റ്നസ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അലോവേര ജെല്ല് വെച്ച് നമ്മൾ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞതല്ലേ, അപ്പോൾ നമ്മുടെ ഫേസ് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫേസിൽ അലോവേര ജെല്ല്, ഇപ്പോൾ ഞാനിവിടെ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള കിട്ടില്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ല് യൂസ് ചെയ്യുക. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് നാച്ചുറലായിട്ട് കിട്ടിയുള്ള കാരണം ഞാൻ അത് യൂസ് ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതിപ്പോൾ അലോവേര ജെല്ല് വെറുതെ നമ്മൾ മോർണിംഗിൽ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഫേസിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമുക്കൊരു മസാജ് നമ്മുടെ ഫേസിന് കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫേസിൽ ഇതുപോലെ അലോവേര ജെല്ല് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഷുവർ തരാണ് കേട്ടോ. അപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് വട്ടം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും ഞാൻ ഫങ്ഷൻസൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ഇതൊക്കെ ഒരേ നമുക്ക് റിസൾട്ട് കിട്ടണ ഒരു സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ
പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അലോവേര ജെല്ല് കുറച്ച് നേരം നമ്മൾ ഫേസിൽ മസാജ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റൊക്കെ മസാജ് ചെയ്താൽ മതി. അപ്പോൾ അത് മസാജ് ചെയ്ത ശേഷം ഞാൻ ഒരു ടവൽ വെച്ചിട്ട് ഇതുപോലെ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം. കണ്ടോ, ഇപ്പോൾ തന്നെ നമ്മുടെ ഫേസിന് എന്തൊരു വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഫേസ് പാക്കാണ് കേട്ടോ. ഇത് നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിന് നല്ലൊരു ചേഞ്ച് ഞാൻ ഉറപ്പ് തരാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ എഗ് വൈറ്റാണ്. എഗ് വൈറ്റും 1 ടീസ്പൂൺ നാരങ്ങ നീരുമാണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു പാത്രത്തിലോ ഒരു ഫ്രൈ പാനിലോ ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട്, മീഡിയം അല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുക, ചൂടാക്കിയെടുക്കുക. അപ്പോൾ അധികം ചൂടാക്കരുത് കേട്ടോ. നല്ല ഒരു മിനിറ്റ് 2 മിനിറ്റ് ഇങ്ങനെ ഒരു പരിവാവില്ലേ, അപ്പോൾ ആ ഒരു പരിവാകുമ്പോൾ നിങ്ങൾ ഓഫ് ചെയ്യുക. എന്നിട്ടിത് ചൂടാറിയ ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇത് കിട്ടുക. അപ്പോൾ നല്ലൊരു പാക്കാണ് കേട്ടോ, നമ്മുടെ ഫേസിന് വൈറ്റനിങ്ങിന് പറ്റിയൊരു പാക്കാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇപ്പോൾ ഫേഷ്യലിൻ്റെ കൂടെ അല്ലാതെ നോർമലി ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഡെയിലി ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യുക, ഒരു പ്രശ്നമില്ല. എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് പറ്റും. അപ്പോൾ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റൊക്കെ മതി, അത്രയും വേണ്ട. ഒരു 10 മിനിറ്റൊക്കെ ജസ്റ്റ് ഡ്രൈ ആയിട്ട് നമ്മൾ വാഷ് ചെയ്യുക കളഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി വെക്ക്, അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ജസ്റ്റ് ഫേസ് മൊത്തം അപ്ലൈ ചെയ്യുന്നത്. നെക്കിലും മെയിനായിട്ട് നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണോ അതുപോലെ നമ്മൾ നെക്കിലും അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് റിസൾട്ട് അറിയുള്ളൂ. അപ്പോൾ ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയ ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഫേസ്. അപ്പോൾ നെക്കിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യുക. ഇത് ഇങ്ങനത്തെ പാക്കുകളൊക്കെ ഇടുമ്പോഴേ നമ്മൾ ഒരിക്കലും സംസാരിച്ചാൽ നമുക്ക് ചുളി പോലെ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റത്തെ ഒരു ഫേസും ഇപ്പോഴത്തെ ഒരു ഫേസും നമ്മൾ പെട്ടെന്ന് നമ്മുടെ ടാനൊക്കെ പോയി ഫേസ് നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.